ഇപ്പോൾ സമയമേ രാവിലെ ഒരു 6 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച പിന്നെ നമ്മുടെ ഇന്നലെ രാത്രി തൊട്ട് പെയ്ത ഭയങ്കര മഴയായിരുന്നു. ഈ മഴയിൽ ഞാൻ കട്ടിൽ കാലം കൊണ്ടെടുത്ത് വെച്ചതേ ഉള്ളായിരുന്നു. വെച്ചപ്പോഴത്തേക്കും ഇവിടെ ഇത്രയും വെള്ളം, വീട് മൊത്തം ഫുള്ള് വെള്ളമായിരിക്കുക. ഇതെന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ടേ ഇത്രയും വെള്ളമായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇത് പണ്ടും ഇതാണ് ഗോരുവേട്ടൻ ഞങ്ങൾക്ക് സംഭവിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ മോട്ടർ എങ്ങാനും ഞങ്ങൾ അറിയാണ്ട് പിന്നെ ബാത്റൂമിൻ്റെ ടാപ്പ് തുറന്നു വിട്ട് അതിൽ നിന്ന് വെള്ളം വന്നതാണോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച്. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചത് എന്താ സംഭവം എന്നുള്ളത്. ഈ വീട് ഫുള്ള് വെള്ളമായി കേട്ടോ. ഇതെല്ലാം ഒരു പണി അത് ചെയ്യണമെന്നുള്ളത്. സത്യത്തിൽ നല്ല ഒരു പണി തന്നെയുണ്ട് രാവിലെ ഇവിടെ. അപ്പം ഇതെങ്ങനെ ചെയ്യും, എങ്ങനെന്തോ ചെയ്യുമെന്നൊന്നും എത്തും പിടിയില്ലാതിരിക്കുക. ഞാൻ ഇവിടുത്തെ എൻ്റെ ഈ മേളത്തെ റൂമും കംപ്ലീറ്റ് വെള്ളത്താൽ മുങ്ങി കിടക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പം. ഒക്കെ ഇതിലെങ്കിൽ പണി കിട്ടും. അതേപോലെ വെള്ളം ഞാൻ കുത്തി കളഞ്ഞതുകൊണ്ട് എന്തെങ്കിലും അടഞ്ഞു കഴിഞ്ഞാലും സംഭവം ഉണ്ടാവും. ഇപ്പം എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഇലയോ സംഭവം കൊണ്ട് അടഞ്ഞിട്ടായിരിക്കാം ഈ വെള്ളം ഇവിടെ ഇങ്ങനെ ബ്ലോക്കായി നിന്നത്. സത്യത്തിൽ ഇതെല്ലാം ഇനി ചെയ്യുന്നുള്ളത് വലിയ പണിയില്ല. മോട്ടറിൽ വെള്ളമില്ലേ മോനെ? മോട്ടറിൽ ഇട്ടേരെ. കണ്ടില്ലേ ഞങ്ങളുടെ വീടിൻ്റെ ഒരു അവസ്ഥ ഇപ്പം ഇതായിട്ടാണ് നിൽക്കുന്നത്. കണ്ട വെള്ളം മേളിൽ നിന്ന് വീഴുന്നുണ്ട്. നല്ല എന്നുവെച്ചാൽ നല്ല മഴയായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു ബോധം പോയില്ല. ഇവിടെ ഫുള്ള് അവിടെ ബ്ലോക്കായി അടഞ്ഞാണോ എന്നുള്ളൊരു ബോധമൊന്നും പോയില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം നനഞ്ഞു. ഇതിനകത്ത് അതുകൊണ്ട് ഞാൻ പാട്ട് പഠിക്കുന്ന എൻ്റെ മ്യൂസിക് ബുക്കായിരുന്നു കേട്ടോ. അത് ഫുള്ള് നനഞ്ഞ്. ഇനി അതെങ്ങനെ ഞാൻ ഉണക്കിയെടുക്കും എന്നുള്ളൊരു എനിക്കറിയാൻ വയ്യ. ഇവിടെ എല്ലാം നനഞ്ഞിട്ടുണ്ടല്ലേ. അയ്യോ എല്ലാം മൊത്തത്തിൽ നോക്കൂല. ഇതെല്ലാം ഈ ചവിട്ടി മുങ്ങിയാ ഓടിക്കളിക്കുന്നത്. എത്ര വെള്ളവും. പിന്നെ വെയിൽ കണ്ടാൽ കാര്യമില്ലെന്നുണ്ടെങ്കിൽ മൊത്തം നനഞ്ഞ് കളിക്ക് കഴിഞ്ഞു. നോക്കിയിരിക്കാൻ ചിലപ്പോൾ തെന്നി അടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത വെള്ളം മാറട്ടെ. ബാ പണ്ടീരല്ലേ നമ്മൾ ഇത് പണ്ടീര സത്യം പറഞ്ഞാൽ എപ്പോൾ തീരുമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്നാലും ഉണങ്ങത്തിലിടാ. ഇത്രയും വെള്ളം കിടക്കുമല്ലേ. പിന്നെ കോരിക്കളഞ്ഞ കയറണ്ടേ. കേട്ടില്ല. ഇതിനൊക്കെ അത് വലിയ കോരിയായിരിക്കും. അതുകൊണ്ട് നിനക്ക് പോരാ. ഈ കുഞ്ഞാക്കോരി എന്റെ കോരിയായി. ഈ കസേര മാറ്റണം കേട്ടോ. കസേര അങ്ങോട്ട് ഇവരുണ്ടെങ്കിൽ നമുക്ക് തോനെയുള്ള വെള്ളമേ പോയി പിന്നെ നമുക്ക് തുടച്ചങ്ങ് എടുക്കാം. ഫോട്ടോ എടുക്കണേ നോക്കൂ.
എന്തിനാ സത്യം ഇപ്പൊ ഞാൻ പറയാം, ആരെങ്കിലും ഒരു വീട് വെച്ച മേളത്ത് നല്ല ഇച്ചിരി ആ പടിയിൽ കുക്കി വെക്കണം. നല്ല വെള്ള വെള്ളമെങ്കിലും വാട്ട് ഇരട്ടിപ്പണി ഒരു വീട്. പിന്നെ വേറൊരു കാര്യമുണ്ടടാ, തുടയ്ക്കാതിരിക്കേണ്ട ഉള്ളു തുടച്ച് വെള്ളം കൊണ്ട് ഇതൊക്കെ കളയട്ടെ. കുറേയൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകണമെന്നുണ്ടായിട്ട് ഞാൻ വിചാരിച്ചത് തന്നെ ഹാഫ് ഡേ ലീവ് എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മൾ ഫാനിട്ട് ഉണക്കിയാലും ഒന്നും റെഡി ആവത്തില്ല, അത്രയും ഇത് കിടക്കുക. വന്നിട്ടില്ലെങ്കിൽ ബാക്കി എന്തെന്ന് വെച്ചാൽ അന്നേരം ചെയ്യാം, എല്ലാം നടക്കത്തില്ല. എന്തോ ഇത്. അപ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് തുടച്ച്. അപ്പം ഞാൻ ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് ഇതിപ്പോൾ ഇന്നത്തെ ദിവസം ഫുഡൊന്നും വെച്ചിട്ടില്ല, കാരണം ഇതെല്ലാം മുതുക്കലും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ വീട്ടിലോട്ട് പോയായിരുന്നു. അമ്മയെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അപ്പം വന്നപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെല്ലാം ഓക്കെ ആക്കി തുടച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചവിട്ടികളെല്ലാം വെയിൽ വലുതായിട്ടില്ലാത്തതുകൊണ്ട് ചവിട്ടികളെല്ലാം ഞങ്ങൾ പിന്നെ ഈ സൈഡിലോട്ട് പറക്കിയിട്ടേക്കുക. എല്ലാം വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് വീഴുന്നുണ്ട്. പിന്നെ പഴയ തുണികളെല്ലാം എടുത്ത് ചവിട്ടാനായിട്ടും ഒക്കെ വെച്ചേക്കുക, അല്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. കാരണം ഒരു തുള്ളി വെള്ളം കിടന്നു കഴിഞ്ഞാൽ അത് ഈ ചവിട്ടി ഉറപ്പായിട്ടും മറിഞ്ഞു വീഴും. അങ്ങനെ എന്തായാലും ഇന്നലെ രാത്രി 2 മണിക്ക് ശേഷം പെയ്ത മഴ ഞങ്ങൾക്ക് നല്ലൊരു എട്ടിൻ്റെ പണി തന്നു. സത്യത്തിൽ ഇപ്പം ഞാനിത് പിന്നെ സ്കൂളിൽ ചെന്ന് പറഞ്ഞു കേട്ടോ, എനിക്ക് ഞങ്ങൾ വീട്ടിൽ ഇത്രയും മഴ പെയ്ത് വെള്ളമായെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ഇതെനിക്ക് വെള്ളം കയറി, അവിടെ വേറൊരു മിസ്സിൻ്റെ വീണ്ടും ഓടം കണ്ട് ചെറുതായിട്ടൊന്ന് ഇളവി, അപ്പോൾ അതിലൂടെ വെള്ളം കുറേ അങ്ങ് ഹാളിലും ഒക്കെ ആയി എന്ന് പറഞ്ഞ് നമുക്ക് വേറൊരു മിസ്സിൻ്റെ സിറ്റോട് ഫുള്ള് വെള്ളമായി. പക്ഷെ അത്രയ്ക്ക് നല്ല മഴയായിരുന്നു. കാരണം നമ്മളറിയത്തില്ല, ആ ബാക്കിലത്തെ ഓവിൽ ജസ്റ്റ് ഒരു ഇലയോ എന്തെങ്കിലും കിടന്ന് അടഞ്ഞു പോയാൽ തന്നെയും നമ്മളത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എപ്പോഴും ഇപ്പം കയറി നോക്കാൻ നമ്മൾ കയറുമ്പം എപ്പോഴും പറഞ്ഞാൽ മുട്ടുകയും കാലുമൊക്കെ ആയിട്ട് ഇടയ്ക്കല്ല എപ്പോഴും ഒക്കെ മേലോട്ട് വരുന്നുണ്ട്. പിള്ളേർ മാത്രം പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇടയ്ക്കൊന്ന് നോക്കിയാൽ നല്ലതായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇത്രയും പണി കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുവിധം എല്ലാം ഉണക്കിയൊക്കെ വെച്ചു. ഫുഡ് കഴിഞ്ഞ് ഇനിയിപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡിനെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും രാത്രി എന്തെങ്കിലും കഴിച്ചല്ലേ പറ്റത്തുള്ളൂ, അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഞാൻ വെച്ച് കുറച്ച് മഴ താണ്ട് എൻ്റെ അമ്പലുകളൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഇരിക്കുക കേട്ടോ. വെള്ളം താണ്ട് നിറഞ്ഞ് നിൽക്കുന്നു. അതിനകത്തുള്ള മീൻകാരന്മാരെല്ലാം പോയെന്ന് തോന്നുന്നു. ഒത്തിരി മീനുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. കാരണം ഇന്നലെ അത്രയും വലിയ മഴയിൽ എനിക്ക് തോന്നുന്നത് പോയി എന്നുള്ളത്. ഇതിനകത്ത് ഒച്ചുണ്ട് കേട്ടോ, ഒരുപാട് പിന്നെ ഒച്ച് പിടിച്ചിട്ടുണ്ടതിനെ കളയാനായിട്ട് എന്താ വഴിയെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. കണ്ട ഈ ഇലയിൽ ഒക്കെ ഇരിക്കുന്നത്. ഞാൻ പിന്നെ കുറേയൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും ഈ ഒച്ചിനെ തുരത്താനെന്നുള്ളത് അറിയാൻ വയ്യ. മുട്ടകളൊക്കെ പിടിച്ച് വരുന്നുണ്ട്, ഒരുപാട് മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തും ഒരു തൈ വന്നതായിരുന്നു, അപ്പോൾ അത് കാണുന്നില്ല. മുളച്ച് കിളിച്ചാൽ കാര്യം. അതുകൊണ്ട് ഇതിനകത്തും എല്ലാം ഒച്ചിൻ്റെ ശല്യമുണ്ട്. മുട്ട വരുന്നുണ്ട്, നല്ലൊരു കളറാണ്, നല്ല മുട്ടൊക്കെയായി വരുന്നുണ്ട് അതിൽ. ഇതിൻ്റെ ഫുള്ള് പായലുകൊണ്ട് മൂടി നിൽക്കുക. ഇനി എൻ്റെ ഒരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയാമോ, ഈ മഴ വെള്ളം തന്ന രണ്ടാമത്തെ ഒരു എട്ടിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ടേബിളിൽ ചെയർ ഫുള്ള് നനഞ്ഞു. പിന്നെ ഒന്നുമില്ല, എല്ലാമില്ല, തൊടുമ്പഴേ അങ്ങ് വെള്ളം ഒരുമാതിരി ഇരിക്കും. ഇപ്പോൾ ഒരാൾ കയറുന്നു വെച്ചാൽ ഇതെന്താ ഇവിടെ ഒരു വല്ലാത്ത സ്മെല്ലെന്ന് വെച്ചാൽ ഹാളിൽ നിറച്ച് വെള്ളമായിരുന്നല്ലോ. അപ്പം ചവിട്ടികളും തുണികൾ ഒരുവിധമൊക്കെ ഉണങ്ങാൻ വേണ്ടി പഴയ തുണികളും എല്ലാം അവിടെ ഇവിടെയൊക്കെ വാരിയിട്ടുള്ളതെല്ലാം
വെള്ളമെല്ലാം ഒപ്പിയെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല വെയിൽ വന്നത് ജനലും എല്ലാം തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ലോഷനോ എന്തെങ്കിലും ഒഴിച്ച് തുടച്ചാൽ റെഡി ആവത്തില്ല. അപ്പോൾ തുടച്ചിട്ട് നമുക്ക് ഇടാൻ ചവിട്ടിയുമില്ല, ഫുള്ളും നനഞ്ഞ് വെള്ളം പോലെ ആയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുവാണ്. അപ്പം നാളെ വെയിൽ വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. കാരണം ഇത്രയും നാളും നമ്മൾ വെയിൽ വന്നപ്പോൾ മഴ വരണേ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നതല്ലേ. ഇപ്പം മഴ വന്നപ്പോൾ ഈശ്വര അയ്യതാണോ അവസ്ഥ എന്നുള്ളൊരു ചിന്തയായി. അപ്പം സാരമില്ല, ഇനി ഒരു കണക്കിന് മഴ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. കാരണം ചൂടത്ത് എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ട് പെയ്ത മഴയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒരുപാട് സങ്കടവും ഒരുപാട് വിഷമമായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കടന്നു പോയത്. അപ്പോൾ വീണ്ടും എൻ്റെ വ്ളോഗിലോട്ട് കാണാം. ബൈ.